തനിക്കെതിരെയുള്ള ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് മുൻ ചീഫ് സെക്രട്ടറിയും കിഫ്ബിയുടെ സിഇഒയുമായ കെ.എം. അബ്രഹാം ഇക്കാര്യം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയന് കത്ത് നൽകി. ഗൂഢാലോചന മുതിർന്ന ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിലുള്ള സംഘത്തെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്നും കത്തിൽ ആവശ്യപ്പെടുന്നു. പരാതിക്കാരൻ ജോമോൻ പുത്തമ്പുരയ്ക്കലിനെതിരെ ഗുരുതര ആരോപണവും കെ.എം. അബ്രഹാം ഉയർത്തി. ജോമോൻ തനിക്കെതിരെ ഗൂഢാലോചന നടത്തിയെന്നും ജോമോനൊപ്പം 2 പേർ കൂടി ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്നും കത്തിൽ പറയുന്നു. അനധികൃത സ്വത്ത് സമ്പാദന പരാതിയിൽ ഹൈക്കോടതി CBI അന്വേഷണത്തിന് ഉത്തരവിട്ടതിന് പിന്നാലെയാണ് വിശദീകരണവുമായി കെ.എം. അബ്രഹാം മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയത്. തനിക്കെതിരായ ഗൂഢാലോചന അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടാണ് കത്ത്. ജോമോൻ പുത്തമ്പുരയ്ക്കലിന്റെ നേതൃത്വത്തിൽ തനിക്കെതിരെ ഗൂഢാലോചന നടത്തിയെന്നാണ് കത്തിൽ പറയുന്നത്. 2015 മുതലാണ് ഗൂഢാലോചന ആരംഭിച്ചത്. അന്ന് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ തലപ്പത്തുണ്ടായിരുന്ന 2 ഉദ്യോഗസ്ഥർക്ക് കൂടി ഗൂഢാലോചനയിൽ പങ്കുണ്ട്. 2015 ധനവകുപ്പ് സെക്രട്ടറിയായിരിക്കെ ഇവരുടെ അഴിമതി കണ്ടെത്തിയതാണ് തനിക്കെതിരായ നീക്കത്തിന് കാരണം. 3 പേരും സംസാരിച്ച ഫോൺ വിളികളുടെ ശബ്ദരേഖകൾ തന്റെ പക്കലുണ്ടെന്നും കത്തിൽ വ്യക്തമാക്കുന്നു. ഗൂഢാലോചന കണ്ടെത്താൻ IAS ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ അന്വേഷണം വേണമെന്നും മുഖ്യമന്ത്രിക്ക് അയച്ച കത്തിൽ ആവശ്യപ്പെടുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ അപകീർത്തിപ്പെടുത്തുകയാണ് തനിക്കെതിരായ നീക്കങ്ങളുടെ ലക്ഷ്യമെന്നും കത്തിലുണ്ട്. താൻ സ്ഥാനത്ത് തുടരണോ എന്ന് മുഖ്യമന്ത്രിക്ക് തീരുമാനിക്കാമെന്നും കത്തിൽ കെ.എം. അബ്രഹാം വ്യക്തമാക്കുന്നു. ഹൈക്കോടതി CBI അന്വേഷണത്തിന് ഉത്തരവിട്ടത് തന്റെ വാദങ്ങൾ കേൾക്കാതെയാണെന്നും കത്തിൽ കെ.എം. അബ്രഹാം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. കൊല്ലത്തെ വ്യാപാര സമുച്ചയം സഹോദരന്മാരുമായുള്ള കരാറിന്റെ അടിസ്ഥാനത്തിലാണെന്നും അതിനെല്ലാം രേഖകളുണ്ടെന്നും കെ.എം. അബ്രഹാം പറയുന്നു. തനിക്കെതിരെ CBI അന്വേഷണത്തിന് ഉത്തരവിട്ട കോടതി വിധിയെ നിയമപരമായി നേരിടാനാണ് കെ.എം. അബ്രഹാമിന്റെ തീരുമാനം. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.